വെൽക്കം ബാക്ക് ടു ബിഗിനേഴ്സ് ഇംഗ്ലീഷ് സെഷൻ. ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കുള്ള സെഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ ഇന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വളരെ ഫെമിലിയർ ആയിട്ട് നമ്മളൊക്കെ ഒരുപാട് കേട്ട് പലപ്പോഴും പറയുന്ന കുറേ ഇംഗ്ലീഷ് പ്രയോഗങ്ങളാണ്. ഓക്കെ, അതിൽ ഒന്നാമത്തേത് ദിസ് ആണ്. ദിസ് ദെൻ ദാറ്റ്. ഈ ദിസും ദാറ്റും ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ നമ്മുടെ അടുത്തിരിക്കുന്ന എന്തെങ്കിലുമൊക്കെ വസ്തുക്കൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പറയുന്നതാണ് ദിസ്. അതിൽ നമുക്കൊരു വേർഡും കൂടെ ചേർത്ത് കൊടുക്കാം. ദിസ് ഈസ്. ഈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകുന്നു അല്ലെങ്കിൽ ആണ് എന്നർത്ഥം വരുന്നൊരു വേർഡാണ്. അപ്പോൾ ദിസ് എന്ന് പറഞ്ഞാൽ ഇത്, ദിസ് എന്ന് പറഞ്ഞാൽ ഇത്. അപ്പോൾ ഇതാണ് അല്ലെങ്കിൽ ഇതാകുന്നു എന്നുള്ളത് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ദിസ് ഈസ്. ഇനി എനിക്ക് പറയാൻ പറ്റും ദിസ് ഈസ് എ മാർക്കർ. ദിസ് ഈസ് എ മാർക്കർ. ഇതൊരു മാർക്കറാണ്. ദിസ് ഈസ് എ മാർക്കർ. ദെൻ ദിസ് ഈസ് എ ഡസ്റ്റർ ഓർ എറേസർ. ഇതൊരു എറേസർ ആണ് അല്ലെങ്കിൽ ഒരു ഡസ്റ്റർ ആണ്. ഇനി എൻ്റെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ എനിക്ക് പറയാൻ പറ്റും ദിസ് ഈസ് എ മൊബൈൽ ഫോൺ. ഇതൊരു മൊബൈൽ ഫോണാണ്. ദിസ് ഈസ് എ മൊബൈൽ ഫോൺ. ദെൻ ലാപ്ടോപ്പ് എൻ്റെ അടുത്തിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയും ദിസ് ഈസ് എ ലാപ്ടോപ്പ്. ഇത് ഒരു ലാപ്ടോപ്പാണ്. ദെൻ വാട്ടർ ബോട്ടിൽ ആണെങ്കിൽ ദിസ് ഈസ് എ വാട്ടർ ബോട്ടിൽ. ദിസ് ഈസ് എ വാട്ടർ ബോട്ടിൽ. ഇതൊരു വാട്ടർ ബോട്ടിലാണ്. ദെൻ എൻ്റെ അടുത്തൊരു ബുക്ക് ഉണ്ടെങ്കിൽ ഞാൻ പറയും ദിസ് ഈസ് എ ബുക്ക്. അല്ലെങ്കിൽ ഒരു സ്റ്റോറി ബുക്ക് ആണെങ്കിൽ ദിസ് ഈസ് എ സ്റ്റോറി ബുക്ക്. ദിസ് ഈസ് എ സ്റ്റോറി ബുക്ക്. ദെൻ ഇതൊരു സ്റ്റോറി ബുക്കാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും അവിടെ ഞാൻ ഒരു എ ബുക്ക്, എ വാട്ടർ ബോട്ടിൽ, എ മൊബൈൽ ഫോൺ, എ മാർക്കർ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒന്നിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നത്, ആ ഒരു വേർഡ് ഉപയോഗിക്കുന്നത്. ദെൻ ഇനി ഇത് ഇത്തിരി അകലെയാണെങ്കിൽ ഞാൻ അതിനെ സൂചിപ്പിക്കുന്നത് ദാറ്റ് ഉപയോഗിച്ചിട്ടാണ്. അത് എന്നുള്ളൊരു വേർഡ് ഉപയോഗിച്ചിട്ട്. അത് എന്നുള്ളത് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ദാറ്റ്. സോ നമുക്ക് പറയാം ദാറ്റ് ഈസ്, ദാറ്റ് ഈസ്, ദാറ്റ് ഈസ്. ദാറ്റ് ഈസ് മൊബൈൽ ഫോൺ. ദാറ്റ് ഈസ് എ മൊബൈൽ ഫോൺ. അത് ഒരു മൊബൈൽ ഫോണാണ്. ദാറ്റ് ഈസ് എ മൊബൈൽ ഫോൺ. ദെൻ ദാറ്റ് ഈസ് എ മാർക്കർ. അതൊരു മാർക്കറാണ്. ദാറ്റ് ഈസ് എ മാർക്കർ. അതൊരു മാർക്കറാണ്. ദാറ്റ് ഈസ് എ ബിൽഡിംഗ്. അതൊരു ബിൽഡിംഗ് ആണ്. ദാറ്റ് ഈസ് എ ബിൽഡിംഗ്. ദാറ്റ് ഈസ് എ ലാപ്ടോപ്പ്. അതൊരു ലാപ്ടോപ്പാണ്. ദാറ്റ് ഈസ് എ വാട്ടർ ബോട്ടിൽ. ദാറ്റ് ഈസ് എ വാട്ടർ ബോട്ടിൽ. അതൊരു വാട്ടർ ബോട്ടിലാണ്, ഒരു വെള്ളക്കുപ്പിയാണ്. ദെൻ അപ്പോൾ ദിസ് ഈസ് എന്ന് പറയുമ്പോൾ ഇതാണ്, ദാറ്റ് ഈസ് എന്ന് പറയുമ്പോൾ അതാണ്. അപ്പോൾ ആണ്, ആകുന്നു എന്നുള്ളത് നമ്മൾ ഈസ് ഉപയോഗിച്ചു. ദിസ് ഈസ് എ ബുക്ക്. ഇതൊരു ബുക്കാണ്. സെയിം ടൈം അതേപോലെ തന്നെ അത് ഒത്തിരി അപ്പുറത്താണെങ്കിൽ നമ്മൾ പറയും ദാറ്റ് ഈസ് എ ബുക്ക്. ദാറ്റ് ഈസ് എ ബുക്ക്. ഇനി നമ്മൾ അടുത്തൊരു വേർഡ് ഉപയോഗിക്കുന്നത് മൈ എന്നാണ്. മൈ എന്നുള്ള ഇംഗ്ലീഷ് പദത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന അർത്ഥം എൻ്റെ എന്നുള്ളതാണ്. എൻ്റെ. ഈ മൈ വെച്ചിട്ട് നമുക്ക് ഒരുപാട് വാക്കുകൾ എഴുതാൻ പറ്റും. ഒരുപാട് വാക്കുകൾ. മൈ ബുക്ക്, എൻ്റെ ബുക്ക്. ദെൻ മൈ മൊബൈൽ ഫോൺ, എൻ്റെ മൊബൈൽ. ദെൻ മൈ ക്യാഷ്, എൻ്റെ ക്യാഷ്. ഇങ്ങനെ നമുക്ക് പേരറിയാവുന്ന പല സാധനങ്ങളും നമ്മളുടേതായിട്ടുണ്ടായിരിക്കും. എൻ്റെ ലാപ്ടോപ്പ്, മൈ ലാപ്ടോപ്പ്. എൻ്റെ വീട്, മൈ ഹൗസ്. ദെൻ എൻ്റെ ഫ്രണ്ട്, മൈ ഫ്രണ്ട്. ദെൻ എൻ്റെ കാറ്, മൈ കാർ. എൻ്റെ ബൈക്ക്, മൈ ബൈക്ക്. സോ ഇനി ഞാൻ അവിടെ നമ്മുടെ ഒരു ഓണർഷിപ്പും കൂടെ പറയുന്നുണ്ട്. എൻ്റെ എന്നുള്ളൊരു ഉടമസ്ഥതയും കൂടെ അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. എൻ്റെ. എന്നിട്ട് നമ്മൾ ഈ രണ്ട് ആദ്യം പഠിച്ച ആ ദിസ് ഈസും മൈയും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്ന് കണക്ട് ചെയ്തിട്ട് സംസാരിക്കുകയാണ്. ദിസ് ഈസ് മൈ മാർക്കർ. ഇത് എൻ്റെ മാർക്കറാണ്. ദിസ് ഈസ് മൈ മാർക്കർ. ഇത് എൻ്റെ മാർക്കറാണ്. ദിസ് ഈസ് മൈ മൊബൈൽ ഫോൺ. ഇത് എൻ്റെ മൊബൈൽ ഫോണാണ്. ഇത് എൻ്റെ മൊബൈൽ ഫോണാണ്. ദിസ് ഈസ് മൈ ഹൗസ്. ഇത് എൻ്റെ വീടാണ്. ദിസ് ഈസ് മൈ ഹൗസ്. ഇത് എൻ്റെ വീടാണ്. ദിസ് ഈസ് മൈ കാർ. ഇത് എൻ്റെ കാറാണ്. ദിസ് ഈസ് മൈ കാർ. ഇത് എൻ്റെ കാറാണ്. ദിസ് ഈസ് മൈ ബാഗ്.
ഇത് എൻ്റെ ബാഗാണ്. ദിസ് ഈസ് മൈ ബാഗ്, ഇത് എൻ്റെ ബാഗാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ദിസിൽ നിന്ന് തുടങ്ങി അവിടുന്ന് പിന്നെ ആണ് അല്ലെങ്കിൽ ആകുന്നു എന്നുള്ള ഈസ് കൂട്ടിച്ചേർത്തു, പിന്നെ അതിലേക്ക് നമ്മൾ മൈ കൊണ്ടുവന്നു. എൻ്റെ എന്നുള്ളത് മൈ വെച്ചിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മുടേതായിട്ടുള്ള ഓരോ വസ്തുക്കളെ നമ്മൾ എന്ത് ചെയ്തു, മൈ വെച്ചിട്ട് കണക്ട് ചെയ്തു. എന്നിട്ട് ആ രണ്ട് സെൻറ്റൻസിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരുമിച്ച് പറയുന്നു. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ദിസ് ഈസ് മൈ ബുക്ക്. ഇപ്പം നമുക്ക് വലിയൊരു സെൻറ്റൻസ് ഫോം ചെയ്യാൻ പറ്റും. ഈ രീതിയിലൂടെ നമ്മൾ ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ഇങ്ങനെ കൂടും. കാരണം നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ഒരു സ്കില്ല് കൂടുകയാണ്. ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ഒരു സ്കില്ല് കൂടുകയാണ്. കാരണം വലിയൊരു സെൻറ്റൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, പറയാൻ പറ്റുന്നുണ്ട്. അതിലൂടെ നമുക്ക് ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഇറ്റ് ഹെൽപ്പ് അസ്. ഇനി അടുത്ത സെൻറ്റൻസ് യുവർ. യുവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അല്ലെങ്കിൽ നിൻ്റെ എന്നൊക്കെ പറയാൻ പറ്റും. നിങ്ങളുടെ അല്ലെങ്കിൽ നിൻ്റെ നമ്മളൊക്കെ എപ്പോഴും ഉപയോഗിക്കുന്നൊരു വേർഡാണ് മൈ, അതേപോലെ തന്നെ യുവർ. ഈ യുവർ എന്നുള്ള വേർഡിനെ നമ്മൾ മൈ കണക്ട് ചെയ്ത പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ കണക്ട് ചെയ്യാം. സോ മൈ ബുക്ക് എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് യുവർ ബുക്ക്, യുവർ ബുക്ക്. യുവറും യു ആറും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് യു ആർ, യു ആർ. ഇത് യു ആർ ആണ്, ഇത് യുവർ ആണ്. നിങ്ങളുടെ അല്ലെങ്കിൽ നിൻ്റെ എന്നുള്ള അർത്ഥം വരുന്നതാണ് യുവർ. യു ആർ, നീ ആണ് അല്ലെങ്കിൽ നീ ആകുന്നു എന്നുള്ള അർത്ഥം വരുന്നതാണ് യു ആർ. നമ്മൾ പിന്നീട് പഠിക്കും. എന്തായാലും ഇവിടെ നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് നിൻ്റെ ഉടമസ്ഥതയിലുള്ള കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിൻ്റെ ബുക്ക്, യുവർ ബുക്ക്. നിൻ്റെ കാറ്, യുവർ കാർ. നിൻ്റെ വീട്, യുവർ ഹൗസ്. നിൻ്റെ ക്യാഷ്, യുവർ ക്യാഷ്. ഇപ്പോൾ നമ്മളൊരാൾ പറയാം ദിസ് ഈസ് യുവർ ക്യാഷ്, ഇത് നിൻ്റെ ക്യാഷാണ്. ദിസ് ഈസ് യുവർ മൊബൈൽ ഫോൺ, ഇത് നിൻ്റെ മൊബൈൽ ഫോണാണ്. ദിസ് ഈസ് യുവർ മാർക്കർ, ഇത് നിൻ്റെ മാർക്കറാണ്. സോ ദിസ് ഈസ്, ഇതാണ് അല്ലെങ്കിൽ ഇതാകുന്നു. യുവർ ബുക്ക്, നിൻ്റെ ബുക്ക്. ദിസ് ഈസ് യുവർ ബുക്ക്, ഇത് നിൻ്റെ ബുക്കാകുന്നു, അല്ലെങ്കിൽ ഇത് നിൻ്റെ ബുക്കാണ്, അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ ബുക്കാണ്. സോ നിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ, അവിടെ ബഹുമാനക്കുറവൊന്നുമില്ല. രണ്ട് മലയാളത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് പദം യുവർ എന്നാണ്. ചിലപ്പം അങ്ങനെ ഒരു ചിന്താഗതി മലയാളിക്ക് വരാറുണ്ട്. നിൻ്റെ, വയസ്സിന് മൂത്തവരോട് നിൻ്റെ എന്ന് പ്രയോഗിക്കുമ്പോൾ അതൊന്നുമില്ല. അവിടെ നിങ്ങളുടെ, നിൻ്റെ രണ്ടും ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന പദം യുവറാണ്. അത് ബഹുമാനക്കുറവൊന്നും അതിൽ കാണിക്കുന്നില്ല. എനിവേ ദിസ് ഈസ് യുവർ ബുക്ക്, ദിസ് ഈസ് യുവർ മൊബൈൽ ഫോൺ. ദെൻ ഇനി നമ്മൾ ഈ മൈ എന്നുള്ള വേർഡും യുവർ എന്നുള്ള വേർഡ് നമുക്ക് ദാറ്റിൻ്റെ കൂടെയും കൂടെ ഉപയോഗിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇത്തിരി അകലെ ഇരിക്കുന്ന ഒരു മൊബൈൽ ഫോൺ ഉണ്ട്, അത് എൻ്റേതാണ്. അപ്പോൾ ഞാൻ പറയാണ് ദാറ്റ് ഈസ് മൈ മൊബൈൽ ഫോൺ, ദാറ്റ് ഈസ് മൈ മൊബൈൽ ഫോൺ. അപ്പോൾ നേരത്തെ നമ്മൾ ദിസ് ഈസ് പറഞ്ഞ പോലെ തന്നെ നമുക്കിവിടെ ദാറ്റ് ഈസ് ഉപയോഗിക്കാം. ദാറ്റ് ഈസ് മൈ മൊബൈൽ ഫോൺ, അത് എൻ്റെ മൊബൈൽ ഫോണാണ്. ദാറ്റ് ഈസ് മൈ. ദാറ്റ് ഈസ് മൈ കാർ, അത് എൻ്റെ കാറാണ്. ദാറ്റ് ഈസ് മൈ കാർ. ദാറ്റ് ഈസ് മൈ ബുക്ക്, അത് എൻ്റെ ബുക്കാണ്. ദാറ്റ് ഈസ് മൈ ഹൗസ്, അത് എൻ്റെ വീടാണ്. ദാറ്റ് ഈസ് മൈ ഹൗസ്, അത് എൻ്റെ വീടാണ്. ദാറ്റ് ഈസ് മൈ ക്യാഷ്, അത് എൻ്റെ ക്യാഷാണ്. അപ്പോൾ ദാറ്റ് ഈസ്, അതാണ് അല്ലെങ്കിൽ അതാകുന്നു എൻ്റെ കാറ്, മൈ കാർ. അപ്പോൾ ദാറ്റ് ഈസ് മൈ കാർ, അത് എൻ്റെ കാറാണ് അല്ലെങ്കിൽ അത് എൻ്റെ കാറാകുന്നു. ദെൻ ദാറ്റ് ഈസ് മൈ ബുക്ക്, അത് എൻ്റെ ബുക്കാണ്. അപ്പോൾ നമ്മൾ ദിസ് ഈസ് മൈ ബുക്ക് എന്ന് എങ്ങനെ പറഞ്ഞത്? ദിസ് ഈസ് മൈ ബുക്ക് എന്ന് പറഞ്ഞാൽ ഇത് എൻ്റെ ബുക്കാണ്. ദാറ്റ് ഈസ് മൈ ബുക്ക് എന്ന് പറയുമ്പോൾ അത് എൻ്റെ ബുക്കാണ്. അപ്പോൾ നമുക്ക് ഈ രണ്ട് പദങ്ങളും ദിസ് ഈസും ദാറ്റ് ഈസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സെൻറ്റൻസ് പറഞ്ഞ പോലെ തന്നെ മൈ മാറ്റിയിട്ട് അവിടെ നമുക്ക് യുവർ എന്നുള്ളൊരു വേർഡും കൂടെ കൊടുക്കാൻ പറ്റും. യുവർ, യുവറിൻ്റെ മീനിങ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ, നിങ്ങളുടെ. സോ ദാറ്റ് ഈസ് യുവർ കാർ, അത് നിങ്ങളുടെ കാറാണ്. ദാറ്റ് ഈസ് യുവർ മൊബൈൽ ഫോൺ, അത് നിങ്ങളുടെ മൊബൈൽ ഫോണാണ്. ദാറ്റ് ഈസ് യുവർ ബുക്ക്, അത് നിങ്ങളുടെ ബുക്കാണ്. ദാറ്റ് ഈസ് യുവർ പെൻ, അത് നിങ്ങളുടെ പെന്നാണ്. ദാറ്റ് ഈസ് യുവർ ഹൗസ്, അത് നിങ്ങളുടെ വീടാണ് അല്ലെങ്കിൽ നിൻ്റെ വീടാണ്. ദാറ്റ് ഈസ് യുവർ ബാഗ്, അത് നിൻ്റെ ബാഗാണ്. സോ ദാറ്റ് ഈസ് യുവർ നമ്പർ,
അത് നിൻ്റെ നമ്പറാണ്. അപ്പോൾ ഈ രീതിയിൽ യുവർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമുക്ക് സെൻറ്റൻസ് ഫോം ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ തുടങ്ങിയത് ദിസിൽ നിന്നാണ്. ദിസ് ഈസ്, ഒന്നുകൂടെ ആവർത്തിക്കാം, ദിസ് ഈസ് ഇതാണ് അല്ലെങ്കിൽ ഇതാകുന്നു. എന്നിട്ട് നമ്മൾ എന്തെങ്കിലും ഒബ്ജക്റ്റിനെ നമ്മൾ ആളുകളുടെ മുന്നിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റും ദിസ് ഈസ് മൈ ബുക്ക്, ഇത് എൻ്റെ ബുക്കാണ്. ഇതേപോലെ തന്നെ നമ്മൾ ഇത്തിരി അകലെ നിൽക്കുന്ന, അപ്പുറത്ത് നിൽക്കുന്ന കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ ദാറ്റ് ഈസ് ആണ് പറയുക, ദാറ്റ് ഈസ് മൈ ബുക്ക്. ദെൻ യുവർ നമുക്ക് പറയാൻ പറ്റും ദിസ് ഈസ് യുവർ പെൻ, ഇത് നിങ്ങളുടെ പെന്നാണ്. ദെൻ ദാറ്റ് ഈസ് യുവർ പെൻ, അത് നിങ്ങളുടെ പെന്നാണ്. ഓക്കെ, ഇനി മറ്റൊരു സംഭവം ഇനി നമ്മളിതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് വെയർ ഈസ്. വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എവിടെ എന്നാണ് അർത്ഥം. എവിടെ, വെയർ എവിടെ. വെയർ ഈസ് എവിടെയാണ്, വെയർ ഈസ് എവിടെയാണ്. ഈ വെയർ ഈസ് എന്നുള്ള ഈ ഒരു സെൻറ്റൻസിനെ നമ്മൾ ഇങ്ങോട്ട് കണക്ട് ചെയ്യണം, മൈയിലേക്കും അതുപോലെ തന്നെ യുവറിലേക്കും കണക്ട് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് വാക്കുകൾ പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അത് പറയാനുള്ളൊരു സാഹചര്യം കൂടെ വേണം. അപ്പോഴാണ് നമുക്കിത് മൈൻഡിൽ നിൽക്കുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ ഇങ്ങനെ പഠിച്ച് പോകും, പറയാനുള്ള അവസരങ്ങളില്ലെങ്കിൽ. ഇവിടെ നമ്മൾ ചോദിക്കുന്നത് എവിടെയാണ്, വെയർ ഈസ്. എവിടെ എന്നുള്ളതിന് വെയർ ഈസ് എന്ന് പറഞ്ഞാൽ ആണ് അല്ലെങ്കിൽ ആകുന്നു. അപ്പോൾ എവിടെയാണ് എന്നുള്ളത് നമ്മൾ എന്താ പറയുക, വെയർ ഈസ് എവിടെയാണ്, വെയർ ഈസ് എവിടെയാണ്, വെയർ എവിടെ, ഈസ് ആണ് അല്ലെങ്കിൽ ആകുന്നു, എവിടെയാണ് അല്ലെങ്കിൽ എവിടെയാകുന്നു. ഇനി നമുക്ക് കണക്ട് ചെയ്യാം, മൈ വെച്ചിട്ടുള്ള വേർഡ്സിനെ കണക്ട് ചെയ്യാം, സെൻറ്റൻസുകൾ കണക്ട് ചെയ്യാം. മൈ ബുക്ക്. സോ വെയർ ഈസ് മൈ ബുക്ക്, എവിടെയാണ് എൻ്റെ ബുക്ക്. വെയർ ഈസ് മൈ കീ, എവിടെയാണ് എൻ്റെ കീ. വെയർ ഈസ് മൈ കാർ, എവിടെയാണ് എൻ്റെ കാറ്. ഇത് നമ്മൾ ആൾക്കാരോട് ചോദിക്കുന്നതാണ്, എവിടെ എന്ന് ചോദിക്കുന്നതാണ്. ദെൻ വെയർ ഈസ് മൈ ബാഗ്, എവിടെയാണ് എൻ്റെ ബാഗ്. ഇവിടെ നമ്മൾ മൈ ഉപയോഗിച്ച പോലെ തന്നെ ഒന്ന് നോക്കി നോക്കൂ. വെയർ ഈസ് എവിടെ ആണ്, വെയർ ഈസ്. ദെൻ മൈ ബുക്ക്, എൻ്റെ ബുക്ക്. വെയർ ഈസ് മൈ ബുക്ക്, എവിടെയാണ് എൻ്റെ ബുക്ക്. വെയർ ഈസ് മൈ കീ, എവിടെയാണ് എൻ്റെ കീ. വെയർ ഈസ് മൈ കാർ, എവിടെയാണ് എൻ്റെ കാറ്. വെയർ ഈസ് മൈ ബാഗ്, എവിടെയാണ് എൻ്റെ ബാഗ്. ഈ ഒരു ചോദ്യത്തിന് ഇതിൽ തന്നെ മറുപടി ഉണ്ട്. നമുക്ക് പറയാം ദാറ്റ് ഈസ് യുവർ ബുക്ക്, നിങ്ങളുടെ ബുക്ക് അതാ. ദാറ്റ് ഈസ് നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഒരു സെൻറ്റൻസ് നമുക്കിവിടെ മറുപടി ആയിട്ട് അല്ലെങ്കിൽ ആൻസർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ദാറ്റ് ഈസ് യുവർ ബുക്ക്, അതാ നിങ്ങളുടെ ബുക്ക്, അല്ലെങ്കിൽ അതാകുന്നു നിങ്ങളുടെ ബുക്ക്. അല്ലെങ്കിൽ അടുത്ത സെൻറ്റൻസ് വെയർ ഈസ് മൈ കാർ, എവിടെയാണ് എൻ്റെ കാർ. ദാറ്റ് ഈസ് യുവർ കാർ, അതാ നിങ്ങളുടെ കാറ്, അതാകുന്നു നിങ്ങളുടെ കാറ്. ദെൻ വെയർ ഈസ് മൈ ബാഗ്, അതാ നിങ്ങളുടെ ബാഗ്. ദാറ്റ് ഈസ് യുവർ ബാഗ്. ഇനി ഇവിടെ ആണെങ്കിൽ ദിസ് ഈസ് യുവർ ബാഗ് എന്ന് പറയാം. ദെൻ ഈ മൈ ഉപയോഗിച്ച പോലെ തന്നെ നമുക്ക് യുവറും ചോദിക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളോട് ചോദിക്കുകയാണ് വെയർ ഈസ് യുവർ ബുക്ക്, എവിടെയാണ് നിങ്ങളുടെ ബുക്ക്. വെയർ ഈസ് യുവർ ഹൗസ്, എവിടെയാണ് നിങ്ങളുടെ വീട്, എവിടെയാണ് നിങ്ങളുടെ വീട്. വേർ ഈസ് യുവർ കാർ, എവിടെയാണ് നിങ്ങളുടെ കാർ. നമ്മൾ പറഞ്ഞു വേർ ഈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ്. ദെൻ യുവർ കാർ, നിങ്ങളുടെ കാർ. യുവർ ഹൗസ്, നിങ്ങളുടെ വീട്. ദെൻ വേർ ഈസ് യുവർ സ്കൂൾ, എവിടെയാണ് നിങ്ങളുടെ അല്ലെങ്കിൽ നിൻ്റെ സ്കൂള്. ദെൻ വേർ ഈസ് യുവർ ബാഗ്, എവിടെയാണ് നിൻ്റെ ബാഗ്. ദെൻ വേർ ഈസ് യുവർ വാട്ടർ ബോട്ടിൽ, എവിടെയാണ് നിൻ്റെ വാട്ടർ ബോട്ടിൽ. അപ്പോൾ നിങ്ങളുടെ എന്നുള്ളതിന് നമുക്ക് യുവർ കൊടുക്കാം. ആ യുവർ വെച്ചിട്ടുള്ള സെൻറ്റൻസ് നമ്മളോട് ഫോം ചെയ്തിട്ടുണ്ട്. അതിന് മുന്നിലേക്ക് എവിടെയാണ് എന്നുള്ള വേർ ഈസ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വേർഡും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് വലിയൊരു സെൻറ്റൻസായി വലിയൊരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റും. ഇതിനുള്ള മറുപടിയാണ് ആളുകൾ കേട്ടാൽ പറയും യാ ദിസ് ഈസ് യുവർ ബുക്ക്, ഇതാ നിൻ്റെ ബുക്ക്. ദിസ് ഈസ് യുവർ ബാഗ്, ഇതാ നിൻ്റെ കാറ്. ബാഗ്, ഇതാ നിൻ്റെ ബാഗ്. ദാറ്റ് ഈസ് യുവർ കാർ, അതാ നിൻ്റെ കാറ്. ദാറ്റ് ഈസ് യുവർ ഹൗസ്, അതാ നിൻ്റെ വീട്. അപ്പോൾ ഇതാണ് അല്ലെങ്കിൽ അതാണ് എന്നുള്ളത് നമ്മൾ ദിസ് ഈസ് പറഞ്ഞു, അതേപോലെ തന്നെ ദാറ്റ് ഈസ് പറഞ്ഞു. സോ അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള നമുക്കൊക്കെ ഒരു ഇതൊക്കെ അറിയാവുന്ന പക്ഷേ പലപ്പോഴും സെൻറ്റൻസ് ഫോം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പറയാൻ മടിക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ദിസ്, അതിൻ്റെ കൂടെ ഈസ് കൊടുത്താൽ ദിസ് ഈസ് ഇതാണ് അല്ലെങ്കിൽ ഇതാകുന്നു. അതേപോലെ തന്നെ ദാറ്റ് ഈസ് എന്ന് പറഞ്ഞാൽ അതാണ് അല്ലെങ്കിൽ അതാകുന്നു. നമ്മുടെ അടുത്തുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ ദിസ് ഈസ് പറയും.
ഒത്തിരി അപ്പുറത്താണെങ്കിൽ നമ്മൾ ദാറ്റ് ഈസ് എന്നുള്ള വേർഡ് ഉപയോഗിക്കും. പിന്നെ മൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ, യുവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അല്ലെങ്കിൽ നിൻ്റെ. അത് വെച്ച് നമ്മൾ ഓരോ വേർഡ്സിൽ കണക്ട് ചെയ്യാം. മൈ ഹൗസ് എൻ്റെ വീട്, യുവർ ബുക്ക് നിൻ്റെ ബുക്ക്, മൈ കീ എൻ്റെ കീ, യുവർ കാർ നിൻ്റെ കാറ്, മൈ ബാഗ് എൻ്റെ ബാഗ്, യുവർ സ്കൂൾ നിൻ്റെ സ്കൂള്. പിന്നെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു വേർഡാണ് വേർ ഈസ്. ഇത് കൊണ്ടുവന്നത് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാനും മറുപടി പറയാനുള്ളൊരു സ്കില്ല് ഇപ്പോഴേ നമുക്ക് എന്ത് ചെയ്യാം, പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാൻ വേണ്ടിയിട്ടാണ്. വേർ എന്ന് പറഞ്ഞാൽ എവിടെ എന്നാണ് വേർഡിന് അർത്ഥം. വേർ എവിടെ, ഈസ് എന്ന് പറഞ്ഞാൽ ആകുന്നു അല്ലെങ്കിൽ ആണ്. വേർ ഈസ് എവിടെയാണ്. ഇനി അതിനെ നമ്മൾ ആൾറെഡി പഠിച്ചു വെച്ച ഈ ഒരു സെൻറ്റൻസുമായിട്ട് കണക്ട് ചെയ്യാം. വേർ ഈസ് യുവർ ബുക്ക് നിൻ്റെ ബുക്ക് എവിടെയാണ്, അല്ലെങ്കിൽ വേർ ഈസ് മൈ കീ എൻ്റെ കീ എവിടെയാണ്. അപ്പോൾ നമ്മളൊക്കെ സ്കൂളിലൊക്കെ പോണ കുട്ടികൾ യൂണിഫോമൊക്കെ തപ്പി ചോദിക്കും വേർ ഈസ് മൈ ID കാർഡ്, എൻ്റെ ID കാർഡ് എവിടെയാണ്. വേർ ഈസ് മൈ വാട്ടർ ബോട്ടിൽ, എൻ്റെ വാട്ടർ ബോട്ടിൽ എവിടെയാണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ദിസ് ഈസ് യുവർ വാട്ടർ ബോട്ടിൽ, ഇതാ നിൻ്റെ വാട്ടർ ബോട്ടിൽ ഇതാ എന്നൊക്കെ പറയാം. ഓക്കെ, എനിവേ ഈ പഠിക്കുന്ന കാര്യങ്ങൾ, മനസ്സിലാക്കിയ കാര്യങ്ങൾ നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് അപ്ലൈ ചെയ്തിട്ട് വളരെ എളുപ്പത്തിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു ലെവലിലേക്ക് നമുക്ക് വരാൻ പറ്റും. ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കേണ്ടതുള്ളൂ, ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ പേടിയില്ലാണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ, നമുക്ക് സംസാരിക്കുമ്പോൾ ഭയമില്ലാണ്ട് കോൺഫിഡൻസ് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാമെന്നുള്ളൊരു വിശ്വാസം വരണം. ആ വിശ്വാസം വരാൻ നമുക്ക് അത്യാവശ്യം നോളജ് വരണം. ആ നോളജാണ് ഇപ്പോൾ നമ്മൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ കമ്മ്യൂണിക്കേഷനുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് തരുന്നത്. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന നോളജിനെ ഓൺ ദ സ്പോട്ടിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, സംസാരത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി ടേക്ക് കെയർ, ലെറ്റ്സ് സീ നെക്സ്റ്റ് ടൈം. ഓൾ ദി ബെസ്റ്റ്.